ഹലോ! അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു കുഞ്ഞു വ്ളോഗാണേ. ഞാൻ അന്ന് അതായത് ഓഗസ്റ്റ് 15-ാം തീയതി എടുത്തതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ട്ടോ. അപ്പോൾ ദേ നമ്മളില്ലേ ആമിക്കുട്ടിക്ക് ഇന്നെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോയുടെ അന്നത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ റാണി ലക്ഷ്മി ബായിയുടെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ 2 ദിവസം മുന്നേയൊക്കെ വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണേ. അപ്പോൾ ഇതെങ്ങനെ ഉടുപ്പിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അപ്പോൾ എന്നാലും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ആദ്യം ഞാനൊന്ന് ഉടുപ്പിച്ചു, എന്നിട്ട് പിന്നെ അത് തെറ്റിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമില്ലേ ആമിക്കിട്ടിയല്ല ആമിക്കുട്ടിക്കില്ലേ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. എപ്പോഴും ഉള്ളതാണേ ഇങ്ങനെയെന്നല്ല, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലില്ലേ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും അപ്പം രണ്ടിന് പോകണമെന്ന് പറയും. അപ്പം അതുകൊണ്ടിട്ട് പിന്നെ രണ്ടാമത് ഊരിച്ചിട്ട് വീണ്ടും പോയി ആൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഉടുപ്പിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ തലയൊന്നും കുളിപ്പിച്ചില്ല. കാരണം 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റെഡിയാക്കാൻ തുടങ്ങി. 8:30 മണിക്ക് കൊച്ചിനെ ക്ലാസ്സിൽ എത്തിക്കണമായിരുന്നു. 8:30 അല്ല 8:15 എത്തിക്കണമായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 8:30 മണി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ആമിക്കുട്ടീനെ റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. രാവിലെ ഉറക്കപ്പിച്ച് ഇന്ന് എഴുന്നേൽപ്പിക്കാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേല് മാത്രം കഴുകിച്ചുള്ളൂ. നേരെ ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ കാലത്തെ വെട്ടത്തിന് തന്നെ തല നനയ്ക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടേ. അതാണ് ആ മുടിയൊക്കെ അങ്ങനെ പേക്കറ പിടിച്ച പോലെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെയിം കളർ ബ്ലൗസും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് യെല്ലോ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നേ. യെല്ലോയും റെഡും കൂടെ കൂടിയതായിരുന്നു കേട്ടോ. പക്ഷെ അത് കണ്ടപ്പോൾ നല്ല പഫ് കൈയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സാരിയുടെ ബ്ലൗസായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ആമിനെ കൊണ്ടുപോകാനായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ എടുത്തോട്ട് വന്നതേ. എന്നിട്ട് ഞാൻ അന്ന് ഇടിച്ച് നോക്കിയില്ല കേട്ടോ. രാത്രിയാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത്. പിറ്റേ ദിവസം അതായത് ഓഗസ്റ്റ് 14-ാം തീയതി വൈകിട്ടാണ് ഞാനിതൊന്ന് ഇടിയിപ്പിച്ച് നോക്കണത്. വൈകിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6-7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയപ്പോഴേ കൊച്ചിനെ തല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കടക്കണില്ല. പിന്നെ ഞാനവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ കട പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, വരാൻ പറഞ്ഞ്. പിന്നെ എനിക്ക് മടിയായി. അപ്പോൾ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ പട്ടുപാടും ബ്ലൗസിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ അത് ഇടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് വെറുതെ ഇട്ട് നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് തന്നെ മതി, ഇനിയിപ്പോൾ കുറച്ച് നേരത്തെ കാര്യമല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് പിന്നെ പോയില്ല കേട്ടോ. അവിടെ പള്ളുരുത്തിയിലൊരു കടയിൽ നിന്നാണ് നമ്മളിതൊക്കെ എടുത്തത്. അങ്ങനെ പിന്നെ അത് തന്നെ സെറ്റാക്കി. അതുകൊണ്ടിട്ടാണ് ഇത് രാവും പകലും പോലെ ഇരിക്കണത് കേട്ടോ. ഞാനാണെങ്കിലില്ലേ എഴുന്നേറ്റ ഇവിടെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, കാലത്തെ ഒന്നാമത്തെ കാര്യം പോകണം. പിന്നെ എനിക്കും പോകണം കേട്ടോ. 9:30ക്ക് ഞങ്ങളുടെ വിൻ സൊസൈറ്റിയിൽ ഈ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 9:30ക്ക് എത്തണമായിരുന്നേ. അപ്പോൾ ആമിനെ ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ആലുവിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ട്. അപ്പോൾ ആലു പെരടകമൊക്കെ അടിച്ചൊതുക്കിയൊക്കെ എനിക്ക് ഇട്ട് തരും. അപ്പം ഞാൻ ചോറൊക്കെ ചിറക്കി വെച്ച് രാവിലത്തേക്ക് പുട്ടുണ്ടാക്കി. പുട്ടും പഴവുമാണ് കേട്ടോ. രാവിലത്തെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അതിന് അങ്ങനെ തന്നെ സമയം കളയുന്നതെന്ന് കരുതി പഴമൊക്കെ തലേദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തിരി പുട്ടൊക്കെ വാരി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് വെച്ച് അതുകൊണ്ടിട്ട് വേഗം തന്നെ ആമിനെ റെഡിയാക്കിയിട്ട് ഞാനും പോയി ഡ്രസ്സൊക്കെ മാറിയേ. ഇനി ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ, ആമിയുടെ ഒപ്പം തന്നെ ഞാനും സാരിയെ കൊടുത്ത് ഇറങ്ങാമെന്നാണ്. പക്ഷേ ആ ഒരു സമയത്ത് നടന്നില്ല. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങണയാണ് ഈ കാണുന്നത്. ഇറങ്ങിയിട്ട് ഞങ്ങൾ 2 വീലറിന് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വണ്ടി കയറി ഇരിക്കണത്, കൊച്ചും ചേട്ടനും കൂടി. പക്ഷെ തലേ ദിവസം നല്ല മഴയുള്ളത് കൊണ്ടിട്ടില്ലേ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയണത് കറക്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടിയില്ലേ വെള്ളം നനഞ്ഞ പിന്നെ സ്റ്റാർട്ടാകണ പണിയില്ലേ. അവിടെ ഫ്രണ്ടിൽ കയറിക്കോ. പിന്നെ ഞങ്ങൾ അവിടെ 2 വീലർ വെച്ചു. ചേട്ടൻ പറഞ്ഞു നിങ്ങളിപ്പോൾ അതേ റോഡിലോട്ട് നടന്ന് വാ, ഞാൻ ഓടിപ്പോയി കാർ എടുത്തിട്ട് വരാമെന്ന്. നമ്മുടെ വണ്ടി അപ്പുറത്ത് പാർക്കിംഗ് ഏരിയയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ അപ്പുറത്ത് വട്ടമാക്കാൻ റോട്ടിൽ പോകണം. അങ്ങനെ ചേട്ടൻ പോയി അവിടെ പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും വേഗം ആൾ വന്നു കേട്ടോ. അങ്ങനെ ഓടിപ്പിടിച്ച് വണ്ടി കയറിയതേ കൊച്ചിനാക്കാൻ വേണ്ടി പോകുന്നതാണ് ഈ കാണുന്നത്. കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് ആക്കിയിട്ട് വേണം ഓടി വന്ന് എനിക്ക് വന്ന് സാരിയെ കൊടുത്തു പോകാൻ. സാരി ഉടുക്കണ കാര്യം അറിയാമല്ലോ, ചടങ്ങാണ്. ഈ ഇടക്കും തലക്കൊക്കെയുള്ള സാരി ഉടുക്കണം. അതുകൊണ്ടിട്ട് പെട്ടെന്ന് എന്താ പറയുക ഉടുക്കാനുള്ള ഒരു സ്പീഡില്ല. പതിയെ സാരി ഉടുക്കാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വേണം. പിന്നെ ചേട്ടനുള്ളതുകൊണ്ട് സാരി തുമ്പൊക്കെ ഒന്ന് പിടിച്ചൊക്കെ തരും കേട്ടോ. ഇന്നിപ്പോൾ ഉണ്ടല്ലോ. അങ്ങനെ ആമിനെ സ്കൂളിലാക്കിയിട്ടുണ്ട്. മിസ്സിനോട് കാര്യം പറഞ്ഞു ഇതേപോലെ മിസ്സ് എനിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണില്ല, പോകുന്നതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. ആ മിസ്സ് പറഞ്ഞു 10 മണിക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ പോയി വിളിച്ചോളും. അപ്പോഴത്തേക്കും ഞാൻ എത്തുമില്ല. അങ്ങനെ പിന്നെ വേഗം തന്നെ വേറെ കുറേ പാരൻസൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഓടിപ്പടച്ച് വീട്ടിൽ വന്ന് സാരിയൊക്കെ വലിച്ചു വാരിയാണ് ഉടുത്തേക്കണത്. ഈ സാരി നമ്മൾ എന്നും ഉടുക്കാത്തതുകൊണ്ടിട്ടേ സ്പീഡ് ഇച്ചിരി കുറവാണ്. ചേട്ടനാണെങ്കിൽ വണ്ടി നമ്മുടെ ഈ വഴിയിലായിട്ടേക്കണത്. ഇവിടെ വഴിയിൽ ഏതെങ്കിലും ഒരു വണ്ടി, അതോ കാറാണെങ്കിലും ഇപ്പോൾ ടിപ്പർ ലോറി ആണെങ്കിലും എന്താണെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല.
അപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കാകും. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ ഇവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കാം, നീ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വന്നു. അങ്ങനെ ഞാൻ പോയി റെഡിയായിട്ടൊക്കെ വന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം ഞാൻ അപ്പം നമ്മുടെ വീഡിയോ എടുക്കണ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരെ വീട്ടിൽ വന്നിട്ട് രാവിലെ എടുത്തേച്ച ചുരിദാർ എടുത്ത് വീണ്ടും ഇട്ട്. അപ്പോൾ കറിക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങണേ. അപ്പോൾ ചേട്ടൻ പറയണേ ചുരിദാർ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ വാനോളം പൊങ്ങിയിരിക്കണേ. അങ്ങനെ നേരെ ഇറച്ചിക്കടയിൽ വന്നു കേട്ടോ. വേറെ മീനൊന്നും നോക്കാൻ നിന്നില്ല, കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ഒരു 11 മണി കഴിഞ്ഞു. പിന്നെ ആ സമയത്തൊക്കെ മീനൊക്കെ നോക്കി നടന്ന് സമയമൊക്കെ പോകും. അപ്പോൾ വേഗം തന്നെ ഈ ഇറച്ചി ഒന്നെങ്കിൽ ചിക്കൻ, ഇതാണ് പിന്നെ മീനില്ലെങ്കിൽ പിന്നത്തെ ഓപ്ഷൻ. അപ്പോൾ വേഗം തന്നെ ഇറച്ചി മേടിച്ചു കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നത് കഴുകി എടുക്കാനാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് ഞാനെടുത്ത് മാറ്റി കേട്ടോ, എന്തെങ്കിലും കട്ട്ലേറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേർക്ക് ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും വറുത്തെങ്കിലും കൊടുക്കാമല്ലോ, ഇച്ചിരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും വാങ്ങി കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ആണെങ്കിൽ 2-3 പീസ് എടുത്ത് മാറ്റും, ബീഫാണെങ്കിൽ ഒരു കൈപ്പിടിയോളം എടുത്ത് മാറ്റും. എന്തെങ്കിലുമൊക്കെ പിന്നീട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. എന്നിട്ടത് കഴുകി വാരി കുക്കറിനകത്തോട്ടാക്കിയിട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പൊക്കെ തിരുമ്മി അടപ്പത്തോട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഉരുളക്കിഴങ്ങ് ചീവി എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ബീഫ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അതിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങാണ് മെയിനായിട്ടുള്ള സംഭവം. ഇല്ലെന്നാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെന്നാണെങ്കിൽ പച്ചക്ക ചേർക്കും. പിന്നെ ചേന, ചക്കക്കുരു ഒക്കെ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. ആമി വലുതാകുമ്പോൾ ടീച്ചറാകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഏത് നിറം നോക്കിയാലും ഇവിടെ കുറേ പാവകളൊക്കെ നിരത്തി വെച്ചിട്ട് എപ്പോഴും ടീച്ചറും കുട്ടിയും കളിയാണ് കേട്ടോ. ആ ഒരു ബഹളമാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണത് കേട്ടോ. പിന്നെ ദേ വേഗം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചീവി കഴുകി അരിഞ്ഞ് മാറ്റിയിട്ട് കുറച്ച് അച്ചിങ്ങ, നല്ല നാടൻ അച്ചിങ്ങയാണ്. നാടൻ അച്ചിങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ വേഗം തന്നെ അതും കൂടെ ഇത്തിരി സവോളയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് വേഗം തന്നെ അതിനെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഇറച്ചിക്കറിയും ഈ ഒരു അച്ചിങ്ങക്കറിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ, പിന്നെ എനിക്ക് രാത്രി വരെ തിരിഞ്ഞു നോക്കണ്ട, രാത്രി വരെ കറി ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ ആണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും പരിപ്പലത്തെ അല്ലെങ്കിൽ വല്ല പയറ അല്ലെങ്കിൽ വല്ല പപ്പടമോ മുട്ടയൊക്കെ ആണെങ്കിൽ പിന്നെ രാത്രി വേറെ കറി വയ്ക്കാൻ നടക്കണം. അങ്ങനെ വേഗം തന്നെ അച്ചിങ്ങയും അരിഞ്ഞ് മാറ്റിയിട്ട് വേപ്പില, നമ്മൾ പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്കും വേപ്പിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചില നേരങ്ങളിൽ എന്തെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഇല്ലെന്നാണെങ്കിൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നൊക്കെ നല്ല കറിവേപ്പില കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കവറിലൊക്കെ ആക്കി വെക്കും. ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ചീത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അടർത്തി കുപ്പിയിലോട്ടാക്കി വെച്ചിട്ടുണ്ടേ. അങ്ങനെ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അയ്യോ മസാല ഇല്ലല്ലോ എന്ന്. വേഗം തന്നെ കയ്യോടെ കുറച്ച് മസാലയൊക്കെ ചൂടാക്കിയിട്ട് ഇത് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിവിടെ മുട്ടക്കറി, കടലക്കറി എല്ലാത്തിനും ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, പോർക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഗരം മസാല എടുക്കൂലേ, ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാത്തിലും ചേർക്കണത്. പിന്നെ ചില നേരങ്ങളിൽ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ചിക്കൻ മസാല മേടിക്കും. ഇപ്പം മേടിക്കാൻ പോവാത്ത സാഹചര്യമാണെങ്കിൽ ഇത് തന്നെ എടുത്ത് വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ മസാലയൊക്കെ പൊടിച്ചവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെന്തിരിക്കാനുള്ള അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ, അതും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പെട്ടെന്ന് വെള്ളി വരാൻ പോയിട്ട് ഹൈ സ്പീഡൊന്നായി പോകാൻ പോയതാണ്. പിന്നെ ഞാൻ പ്ലേറ്റ് തിരിച്ച്. അപ്പോൾ അത് അച്ചിങ്ങക്കകത്തോട്ട് ഒരു കുഞ്ഞ് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ചതച്ച മുളകാണ് ഇട്ടേക്കണത്, ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല. ഇത്തിരി ഉപ്പും കൂടെ തിരുമ്മി അതും അപ്പുറത്തോട്ട് വെക്കാൻ വേണ്ടി പോണേണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ബീഫും വെന്ത് വന്നത് ഞാൻ കറി ആക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനോടൊക്കെ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ പിന്നെ കറി ആയിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്കൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അച്ചിങ്ങ ഒലത്തിയതും ബീഫ് കറിയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചോറ് കൊടുത്തു. ഞാനും ഈ കൂട്ടത്തിലിരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആമിക്കുട്ടിക്കും ആലുവിനൊക്കെ ട്യൂഷന് പോകണമായിരുന്നു. ഒരാൾക്ക് 3 മണിക്ക്, ഒരാൾക്ക് 4 മണിക്ക്. അപ്പോൾ 2 പേരും പോയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി കൊടുത്ത് ഞാൻ ഇറങ്ങിയേക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.